ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് ധാരാളം പ്രോട്ടീൻ കണ്ടൻസ് ഉള്ളതും പിന്നെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു ചിക്കൻ്റെ ഐറ്റമാണ്. ഇത് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ്, എസ്പെഷ്യലി ദുബായ് ആൻഡ് ഖത്താർ എന്നീ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഒറിജിൻ. ഞാൻ തയ്യാറാക്കുന്ന ഡിഷിൻ്റെ പേര് ഇഫാൻ ചിക്കൻ ആണ്. അപ്പം നമുക്ക് ആ ഇഫാൻ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി ഫ്രണ്ട്സ്, നമുക്ക് 2 എഗ് വൈറ്റ്, 2 സ്ലൈസ് ചെദാർ ചീസ്, അല്പം ഗാർലിക്, അല്പം സോൾട്ട്, അല്പം ഷുഗർ, പിന്നെ അല്പം പെപ്പർ പൗഡർ, പിന്നെ അല്പം വിനിഗർ, പിന്നെ അല്പം മിൽക്ക്, ഒരു 100 ml മിൽക്ക് മതിയാവും. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഗാർലിക് സോസ് തയ്യാറാക്കി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ഒരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം സോൾട്ട്, അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്പം ചില്ലി പൗഡർ, അല്പം ടർമറിക് പൗഡർ, അല്പം ക്യൂമിൻ പൗഡർ, അല്പം പെപ്പർ പൗഡർ, അല്പം യോഗട്ട്, തിക്ക് യോഗട്ട് വേണം. അത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലൈം ജ്യൂസ് ചേർത്തിട്ട് അതിലേക്ക് അല്പം ഒലിവ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിംഗിൽ വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് പാൻ ചൂടാക്കി അത് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മൾ ഒരു 1 സൈഡ് ഗ്രിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അല്പം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ തയ്യാറാക്കിയ ഗാർലിക് സോസ് നമുക്ക് ആ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗാർലിക് സോസ് മുകളിലേക്ക് നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സ് നമുക്ക് മുകളിൽ വിതറാം. അല്പം ചോപ്പ് കൊറിയാൻഡറോട് വിതറിയതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. വളരെ തിൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് റെഡിയാകും, കുക്കാവും. കവർ ചെയ്തതിന് ശേഷം നമ്മൾ 3 മിനിറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ 2-3 മിനിറ്റ് എടുത്തു കഴിയുമ്പോൾ അത് റെഡിയാണ്. അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ അല്പം ടൊമാറ്റോ കെച്ചപ്പും നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഗാർലിക് സോസും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട എന്നിവയോട് നമുക്ക് ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.